Hey guys, this is Best Carpix. Duster ലോഞ്ച് ചെയ്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഈ സെഗ്മെന്റിൽ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് വണ്ടികൾ വന്നിട്ടുണ്ട്. ഒന്ന് സിയറ ആണ്, പിന്നെ ഒന്ന് സെൽട്ടോസ് ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കമ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയ സിയറയും അതുപോലെ ഡസ്റ്ററാണ്. ഒരു ഭയങ്കര ഇൻഡെപ്ത് കമ്പാരിസൺ ആയിട്ട് കൂട്ടുണ്ട്. കാരണം ഡസ്റ്ററിൻ്റെ പ്രൈസ് വന്നിട്ടില്ല, സിയറയുടെ മാത്രമേ പ്രൈസ് വന്നിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഫീച്ചേഴ്സും ബാക്കി അവരവകാശപ്പെടുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് എന്തായിരിക്കും ഓർ ഏതായിരിക്കും ബെറ്റർ എന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡസ്റ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. കാരണം അതാണല്ലോ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതും എക്സാക്ട്ലി വന്നിട്ടില്ല, ഇത് മാർച്ച് മുതൽ അവർ പ്രൈസൊക്കെ പറഞ്ഞ് ഏപ്രിൽ മുതൽ ഡെലിവറി കൊടുത്തു തുടങ്ങുള്ളൂ. എനിവേ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കൂടുതൽ കിട്ടുന്ന ഡസ്റ്ററിലാണ്. 212 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, സിയറിൽ 206 ഉള്ളൂ. ബാക്കി ഡയമെൻഷൻസ് എടുക്കുകയാണെങ്കിലും ലെങ്ത്തിൻ്റെ കാര്യത്തിൽ ഡസ്റ്റർ ഒരു 6 mm കൂടുതലുണ്ട്, 4346 mm. പക്ഷേ ബാക്കി എല്ലാ കാര്യത്തിലും സിയർ തന്നെയാണ് ഡസ്റ്ററിനേക്കാൾ വലുത്. ഇപ്പോൾ വിട്ട് എടുക്കുകയാണെങ്കിൽ 26 mm സിയറയ്ക്ക് കൂടുതലാണ്. ഞാൻ ഡസ്റ്റർ വെച്ച് കമ്പയർ ചെയ്തിരിക്കുന്നുണ്ട്, അവിടെ മൈനസ് കിടക്കുന്നത്. അതുപോലെ ഹൈറ്റ് ആണെങ്കിലും 12 mm സിയറയ്ക്ക് കൂടുതലുണ്ട്. ഞാൻ 12 mm അല്ല ആക്ച്വലി വിചാരിച്ചത്, കാരണം സിയറയ്ക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. ഈ സെഗ്മെന്റിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള വണ്ടിയും ഈ സെഗ്മെന്റിൽ സിയർ തന്നെയാണ്. സോ ഡസ്റ്ററിനും ആവശ്യത്തിന് ഹൈറ്റ് ഉണ്ട് നമുക്ക് ഇതിന്ന് പറയാം. വീൽ ബേസ് വെച്ച് നല്ല വ്യത്യാസമുണ്ട്. 73 mm ആണ് സിയറയ്ക്ക് കൂടുതൽ വന്നിരിക്കുന്നത്. അത് ക്യാബിൻ സ്പേസിലേക്ക് നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യും. അതിലേക്ക് നമുക്ക് എന്തായാലും വരാം. ഇനി അടുത്ത ഡസ്റ്ററിൽ എന്തൊക്കെയാണ് എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം ഡസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ സെഗ്മെന്റിൽ കുറേ കോമൺ ആയിട്ട് വരുന്ന നല്ല ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഇല്ല. ഏതായാലും ഉള്ളത് ഞാൻ പറയാം സിയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഒന്നാമത് കോ ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. 6-way പവർഡ് സീറ്റ്സ് ആണ് വരുന്നത്. അത് ഈ സെഗ്മെന്റിൽ കുറേ വണ്ടികൾക്കില്ല. കുഷാക്കോ ടൈഗൺ അങ്ങനത്തെ കുറച്ച് വണ്ടികൾക്കൊക്കെ ഉള്ളൂ. സിയറയിൽ നമുക്ക് ബോസ് മോഡ് കിട്ടുന്നുണ്ട് ലെഫ്റ്റ് സൈഡ് പാസഞ്ചറിന്, പക്ഷെ അത് മാനുവലാണ്. ഇതിൻ്റെ അകത്ത് ബോസ് മോഡായിട്ടൊന്നും ഇല്ല, പക്ഷേ ലംബാർ അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ ഇലക്ട്രിക് സീറ്റ്സ് നമുക്ക് ഫ്രണ്ടിൽ രണ്ടെണ്ണത്തിലും കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ഫീച്ചർ വരുന്നത് ഗൂഗിൾ ഇൻ്റഗ്രേഷൻ ആണ്. ഇതിൻ്റെ ഈ 10.25 ഇഞ്ചസിൻ്റെ ടച്ച് സ്ക്രീനിൽ നമുക്ക് ഗൂഗിൾ അവർ ഇൻബിൽട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ പേ ആയിക്കോട്ടെ, മാപ്സ് ആയിക്കോട്ടെ, ആമസോൺ മ്യൂസിക്, സ്പോട്ടിഫൈ അങ്ങനെ കുറേ ആപ്സ് വരുന്നുണ്ട്. സോ നമ്മൾ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാപ്പിൾ അതൊക്കെ ഉണ്ടെങ്കിലും അത് വെച്ച് കണക്ട് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് ഇതിൽ നിന്നെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോൺ വെച്ച് ഇങ്ങനെ എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് ഫീച്ചറായിട്ട് സത്യം പറഞ്ഞ് പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും ഫിസിക്കൽ കൺട്രോൾസ് ആണ്. നമുക്കിതിൻ്റെ അകത്ത് വോളിയം കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഇൻഫോടൈം സ്ക്രീനിൻ്റെ മുകളിലായിട്ട് 2 പ്ലസ് ആൻഡ് മൈനസ് ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ ഓൺ ചെയ്യാനും നമുക്കൊരു സെപ്പറേറ്റ് ബട്ടൺ മുകളിലായിട്ട് ഫിസിക്കലി വരുന്നുണ്ട്. അതെല്ലാം ടച്ച് ബേസ്ഡ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ പിന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ AC കൺട്രോൾസ് നമുക്ക് ഡ്യുവൽ സോൺ AC ഒക്കെ കിട്ടുന്നുണ്ട്. അതിലൊന്നും കോംപ്രമൈസ് ഇല്ല. പക്ഷേ എന്നാലും അത് കൺട്രോൾ ചെയ്യാനും അപ്പ് ആൻഡ് ഡൗൺ നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ മറ്റേ ടച്ച് ബേസ്ഡ് സ്ലൈഡർ കൺട്രോൾസ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല, യൂസബിൾ ആണ് കുറച്ചും കൂടെ. പിന്നെ പേഴ്സണലി എനിക്ക് സിയറയുടെ ഗിയർ ഷിഫ്റ്റ് നോബിനേക്കാളും ഇതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. മറ്റേ അത് ഗ്ലോസി ബ്ലാക്ക് ഒക്കെയാണ്, കാണുമ്പോൾ ഇത്തിരി പ്രീമിയം ആയിട്ട് തോന്നും. പക്ഷേ ഇത് യൂസബിലിറ്റിയുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ക്ലിക്ക് ഫീലൊക്കെ ഇത്തിരി കൂടെ നല്ലതാണ്. പിന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പാർക്കിംഗ് ബട്ടൺ ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും എല്ലാത്തിലും കിട്ടുന്നുണ്ട്. മറ്റതിൻ്റെ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ ഡെഡിക്കേറ്റഡ് നമ്മുടെ ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടണോ അല്ലെങ്കിൽ പാർക്ക് ബ്രേക്കിൻ്റെ ബട്ടണോ ഒന്നും വരുന്നില്ല. ഇത്രയൊക്കെ കാര്യങ്ങൾ എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ടുള്ളൂ. അതിൽ സത്യം പറഞ്ഞാൽ 2 ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം കുറച്ച് യൂസബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും ഇനി അടുത്തൊരു പ്ലസ് പോയിന്റ് വരുന്ന ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലാണ്. നമുക്ക് ഇതിനകത്ത് 518 ലിറ്റേഴ്സിൻ്റെ നോർമൽ ബൂട്ട് സ്പേസ് ഉണ്ട്. സിയറിൽ 444 ലിറ്റേഴ്സ് ആണ്. ഇനി അതെല്ലാം നമ്മളങ്ങ് റൂഫ് വരെ മെഷർ ചെയ്യുകയാണെങ്കിൽ സിയറിൽ 622 ലിറ്റേഴ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് 700 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസും കിട്ടുന്നുണ്ട്. സോ ഏത് ആംഗിളിൽ നിന്ന് എടുത്താലും ഈ വണ്ടിയുടെ ബൂട്ട് ഓർ ഡിക്കി സ്പേസ് കുറച്ചുകൂടി കൂടുതലാണ്. പിന്നെ നിങ്ങൾക്കറിയാം രണ്ടിലും നമുക്ക് ഇലക്ട്രോണിക് ടെയിൽ ഗേറ്റ്, അതായത് പവർ ടെയിൽ ഗേറ്റ് ആണ് വരുന്നത്. എസ്തെറ്റിക്സും ഫീച്ചേഴ്സും ഒക്കെ അത്രേ ഉള്ളൂ. ഇനി ബാക്കി റെനോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ് ഇതിൻ്റെ റൈഡ് ക്വാളിറ്റിയും അതുപോലെ ഹാൻഡ്ലിങ്ങും, അതായത് റൈഡ് ഹാൻഡ്ലിംഗ് ബാലൻസ്. ഈ സെഗ്മെൻറ്റിൽ ആദ്യം ഡസ്റ്റർ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് കുറേ കാലത്തേക്ക് അൺമാച്ച്ഡ് ആയിരുന്നു. അത് പോയപ്പോഴും സത്യം പറഞ്ഞാൽ അത്രയും നല്ല റൈഡുള്ള വണ്ടി ഈ സെഗ്മെൻറ്റ് ഇല്ലായിരുന്നു. അതൊക്കെ പിന്നെയും അതായത് ആ ഒരു പഴയ സംഭവം തന്നെ പുതിയ വണ്ടിയിലും തിരിച്ചു കൊണ്ടുവരാൻ അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോൾ റോട്ടിലിറങ്ങിയാലേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. റെനോ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നുണ്ട്, ഞാനിവിടെ മെൻഷൻ ചെയ്തു എന്ന് മാത്രം. റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് മിക്കവാറും സിയറേക്കാൾ സുപ്പീരിയർ ആയിരിക്കും. ഈവൻ ദോ സിയറയിൽ നമുക്ക് ഫ്രീക്വൻസി സെലക്ടഡ് ഡാമ്പേഴ്സ് അതായത് FST ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും റെനോ എന്താണ് ഇതിൻ്റെ അകത്ത് ഫ്രഞ്ച് മാജിക് ആയിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം സിയറ കുറച്ചും കൂടെ ഹെവിയാണ്, ഹൈറ്റ് ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ആൻഡ് അലൈൻമെൻറ്റ് എപ്പോഴും പോകും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വണ്ടിയിൽ ചിലപ്പോൾ ബെറ്റർ ആയിരിക്കും. ഇനി അടുത്തത് ഈ വണ്ടിയുടെ ഹൈബ്രിഡ് ഓഫറിംഗ് ആണ്. നമുക്കിപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ആകെപ്പാടെ സുസുക്കി, ടൊയോട്ട അതുപോലെ ഇപ്പോൾ റെനോ മാത്രമേ ഹൈബ്രിഡ് ഓഫർ ചെയ്യുന്നുള്ളൂ. ശരിക്കും കിയ അവരുടെ സെൽട്ടോസ് ഇറക്കിയപ്പോൾ അതിൻ്റെ അകത്ത് വരുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ വന്നില്ല. എന്തായാലും റെനോ ഹൈബ്രിഡ് ഇറക്കിയിരിക്കുന്ന നല്ല കിടിലൻ സിസ്റ്റമാണ്. 1.8 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഇടെക് ഹൈബ്രിഡ് സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവർ ഇടെക് 160 എന്നാണ് വിളിക്കുന്നത്. സോ ഏകദേശം 160 പേസിനടുത്താണ് നമ്മൾ പവർ എക്സ്പെക്ട് ചെയ്യുന്നത്. 172 Nm ടോർക്കും ഏകദേശം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കമ്പൈൻഡ് ഔട്ട്പുട്ടാണ്. 1.4 kWh ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങൾ 80% സിറ്റിയിലാണ് ഓടിക്കുന്നതെങ്കിൽ ഈ വണ്ടി പ്യുവർ EV മോഡിലായിരിക്കും കൂടുതൽ സമയം ഓടുന്നത്. അതുകൊണ്ട് നമുക്ക് മാക്സിമം മൈലേജും ഇതിൽ നിന്ന് കിട്ടും. ആൻഡ് പ്രൈസ് അവർക്ക് ഏകദേശം ഹൈ റൈഡറൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. 4 സിലിണ്ടർ ആണ്. സോ എഞ്ചിൻ ഓൺ ആകുമ്പോൾ അധികം വൈബ്രേഷൻസും ഫീൽ ചെയ്യില്ല.
ഹൈബ്രിഡ് ഏതായാലും സിയറിൽ ഇല്ലാത്തൊരു സംഭവമാണ്. ഇനി അതുപോലെ തന്നെ ടർബോ പെട്രോൾ. സിയറയുടെ പുതിയ 1.5 TGDI ആക്ച്വലി അത്യാവശ്യം നല്ല എഞ്ചിനാണ്. ഓൺ പേപ്പർ നമുക്ക് 155 PS പവറൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ ബെറ്ററാണ്. 163 PS പവറും 280 Nm ടോർക്കുമാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. അത് ഈ സെഗ്മെന്റിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആണ്. ഈവൻ ദോ 1.3 ലിറ്റർ എഞ്ചിനാണ്, പക്ഷേ ഇത് മെർസിഡീസിന്റെ എ ക്ലാസ്സിലൊക്കെ ഇന്റർനാഷണലി ഉപയോഗിക്കുന്ന ഒരു ടർബോ പെട്രോൾ ആണ്. പിന്നെ 4 സിലിണ്ടർ യൂണിറ്റ് ആണ്. ആൻഡ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 6 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്, അതും വെറ്റ് ക്ലച്ച് ട്രാൻസ്മിഷനാണ് കൊടുത്തിരിക്കുന്നത്. അതും ഈ സെഗ്മെന്റിൽ നമ്മളിങ്ങനെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണാത്തൊരു സംഭവമാണ്. സോ മൊത്തത്തിൽ നോക്കുമ്പോൾ ടർബോ പെട്രോളിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി സുപ്പീരിയർ ആണ്. ഇനി അതിന് പുറമെ നിങ്ങൾ 1 ലിറ്റർ ടർബോ എടുക്കുകയാണെങ്കിലും നമ്മുടെ മിഡ് റേഞ്ച് പവറും അതുപോലെ ടോപ്പ് എൻഡിൻ്റെ കാര്യത്തിൽ, ടോപ്പ് എൻഡ് പിന്നെ ഈ 1 ലിറ്റർ എഞ്ചിന് അധികം ഇല്ല. ഇത് നമ്മുടെ മാഗ്നൈറ്റിലും കൈഗറിലൊക്കെ വരുന്ന ടർബോ പെട്രോളാണ്. ബട്ട് സ്റ്റിൽ 100 BHP ഓൺ പേപ്പർ ഉള്ളൂ എങ്കിലും മിഡ് റേഞ്ചിൻ്റെ കാര്യത്തിൽ സിയറയുടെ 1.5 എന്നേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഇത്. കാരണം മറ്റൊന്നകത്ത് അറ്റ്കിൻസൺ സൈക്കിൾ ഉപയോഗിച്ചാണ് അവർ ആ എഞ്ചിൻ റൺ ചെയ്യുന്നത്, അത് ഓട്ടോ സൈക്കിൾ അല്ല. അതുകൊണ്ട് തന്നെ ടോപ്പ് എൻഡ് പെർഫോമൻസ്, മിഡ് റേഞ്ച് അതെല്ലാം മൊത്തത്തിൽ ലാക്കിംഗ് ആണ്. സിറ്റി ഡ്രൈവബിലിറ്റി, ലോ എൻഡ് അതിന് വേണ്ടിയൊക്കെയാണ് അവരത് ട്വീക്ക് ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഡസ്റ്ററിനെ പറ്റി പറയാൻ പറ്റുന്നത്. ഇനി പ്രൈസിങ് അവർ അത്യാവശ്യം നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഈ സെഗ്മെന്റിൽ നല്ലൊരു പിടിപാട് ഈ വണ്ടിക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി സിയറയിലേക്ക് വരാം. ഇതിനിപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓവർവെൽമിംഗ് റെസ്പോൺസ് ആണ് ടാറ്റയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 70,000 മുകളിൽ ബുക്കിംഗ്സ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. ടാറ്റ ഇതിൻ്റെ പ്രൊഡക്ഷനും 6,000 എന്താണ് ഇനീഷ്യലി പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് ഏകദേശം 12,000 ഇൻക്രീസ് ചെയ്യുന്ന കാര്യമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത്. എനിവേ നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സിൽ തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഡൈമെൻഷൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടതാണ്. ഓൾറെഡി നമുക്കൊക്കെ അറിയാം സിയറ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ഡെഫിനറ്റ്ലി സുപ്പീരിയർ ആണെന്ന്. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് 12.3 ഇഞ്ചസിൻ്റെ 2 സ്ക്രീൻ വരുന്നുണ്ട്, ഒന്ന് പാസഞ്ചർ സൈഡിലും ഒന്ന് നടുവിലും. പിന്നെ 10.25 ഇഞ്ചസിന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, അത് രണ്ടിലും സെയിം ആണ്. അതായത് US സെയിം അല്ല, പക്ഷേ സൈസ് സെയിം ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് സ്ക്രീനിലാണെങ്കിലും നമുക്ക് ഡോൾബി അറ്റ്മോസ്, ഡോൾബി വിഷൻ എല്ലാത്തിനും സർട്ടിഫിക്കേഷൻ ഉണ്ട്. പാസഞ്ചർ സ്ക്രീനിൽ ഒരുപാട് സാധനങ്ങൾ ചെയ്യാം. ഗെയിം കളിക്കാൻ ടാറ്റേനെ സ്വന്തമായിട്ട് ഹെഡ്റെസ്റ്റ് ഒക്കെ, ഹെഡ്ഫോണും ഇതിൻ്റെ അകത്ത് മീഡിയ ഡ്രൈവറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിവേ അക്കാര്യത്തിൽ ഇപ്പോൾ കുറച്ചുകൂടി സുപ്പീരിയർ ആണ്. പിന്നെ സെക്കൻഡ് ടോപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ റിയാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ JBLന് 12 സ്പീക്കർ ഓഡിയോ സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. 12 സൗണ്ട് മോഡ്സും വരുന്നുണ്ട്. ടാറ്റ പിന്നെ സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിൽ എപ്പോഴും വളരെ നല്ലതായിരുന്നു, അതുകൊണ്ട് അക്കാര്യം ചോദിക്കാനില്ല. ഡസ്റ്ററിൽ പക്ഷേ ഞാൻ കേട്ടതനുസരിച്ച് 6 സ്പീക്കർ ആർക്കിമിക്സിൻ്റെ സൗണ്ട് സിസ്റ്റം ഉള്ളൂ. പിന്നെ രണ്ട് വണ്ടികളിലും 360° ക്യാമറ, വെന്റിലേറ്റഡ് സീറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് 360° ക്യാമറയുടെ ക്വാളിറ്റി കുറച്ചുകൊണ്ട് ബെറ്റർ ആണ്. ഡസ്റ്ററിൻ്റെയും മാഗ്നൈറ്റ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ബെറ്റർ ആണ് കേട്ടോ. പക്ഷെ എന്നാലും സിയറ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഹാരിയറിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ക്ലാരിറ്റിയാണ് ഇവിടെയും കിട്ടുന്നത്. ഇനി അടുത്ത സംഭവം, നമുക്ക് സിയറിൽ 19 ഇഞ്ച് അലോയ്സ് കിട്ടുന്നുണ്ട്. ഈ സെഗ്മെന്റിൽ ഇപ്പോൾ ഏറ്റവും വലിപ്പമുള്ള ടയർസും ഇത് തന്നെയാണ്. ഡസ്റ്ററിൽ നമുക്ക് 18 ഇഞ്ച് വരെ മാക്സിമം ഉള്ളൂ. പക്ഷേ അതിൻ്റെ അകത്ത് ടയറിൻ്റെ വിഡ്ത്ത്, അതായത് ക്രോസ് സെക്ഷൻ സെയിം ആണ്. 225 ആണ് സിയറിൽ 19 ഇഞ്ച് ആയിട്ടും വരുന്നത്. ഡസ്റ്ററിൽ 18 ഇഞ്ച് തന്നെ ഒരു 225 ക്രോസ് സെക്ഷൻ കൊടുക്കുന്നുണ്ട്. സാധാരണ ഇപ്പോൾ സെൽട്ടോസിലൊക്കെ 18 ഇഞ്ച് ആണെങ്കിലും നമുക്ക് 215 വരെ മാക്സിമം ക്രോസ് സെക്ഷൻ വരുന്നുള്ളൂ. ഫീച്ചേഴ്സ് ഇവിടെ അവസാനിച്ചിട്ടില്ല. നമുക്ക് സിയറിൽ എക്സ്റ്റൻഡ് തൈ സപ്പോർട്ട് ഫ്രണ്ട് 2 സീറ്റ്സിലും കിട്ടുന്നുണ്ട്. ഡസ്റ്ററിൻ്റെ തൈ സപ്പോർട്ട് കുഴപ്പമില്ല, പക്ഷേ ഇതിനകത്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ 6 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ഡ്രൈവറിന് 2 വണ്ടിക്കുണ്ട്. കോ പാസഞ്ചറിന് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഡസ്റ്ററിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ സിയറിൽ നമുക്ക് അഗൈൻ ബോസ് മോഡ് കിട്ടുന്നുണ്ട്. സിയറിൽ നമുക്ക് മെമ്മറി ഫംഗ്ഷൻ കൂടെ കിട്ടുന്നുണ്ട്, അത് ഡസ്റ്ററിലില്ല. ഫീച്ചേഴ്സ് ഇത്രയാണ്. ഇനി അടുത്ത ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സംഭവം പറയാൻ പറ്റുന്ന റിയർ സീറ്റ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഓവറോൾ സ്പേസ് ആയിക്കോട്ടെ, സീറ്റ്സിൻ്റെ വിഡ്ത്ത് ആയിക്കോട്ടെ, പിന്നെ ലെഗ് റൂം, നീ റൂം, ഹെഡ് റൂം, ഏത് ആസ്പെക്ട് എടുത്താലും നിങ്ങൾക്ക് സിയർ തന്നെയാണ് ഡസ്റ്ററിനേക്കാൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാൻ പോകുന്നത്. ഡസ്റ്റർ പണ്ടും റിയർ സീറ്റ് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ഭയങ്കര സുപ്പീരിയർ ആണെന്ന് പറയാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴും അവർ ഡീസൻറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ സെഗ്മെന്റ് ബെസ്റ്റ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സിയർ സ്പേസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം സിയറിൽ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ട്. ഓൺ പേപ്പർ ഇച്ചിരി അണ്ടർവെൽമിംഗ് ആണ്. 117 PS പവറും അതുപോലെ 280 Nm ടോർക്കാണ് ഓട്ടോമാറ്റിക്കലി വരുന്നത്. 260 Nm ടോർക്കാണ് മാനുവൽ വരുന്നത്. ഓടിക്കുമ്പോൾ ഏകദേശം ഒരു 10, 13, 14 സെക്കൻഡൊക്കെ എടുക്കും 0 to 100 എത്താൻ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ട് ഡെയിലി യൂസബിലിറ്റി വേണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഡീസൽ എഞ്ചിൻ വേണമെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ ഓപ്ഷൻസും വളരെ കുറവാണ്. സോ ഡസ്റ്ററിലില്ലാത്തൊരു സംഭവം ഇതിനകത്തുണ്ട്, അതാണ് ഡീസൽ എഞ്ചിൻ. പിന്നെ നമ്മൾ നേരത്തെ ഡസ്റ്ററിൻ്റെ 1 ലിറ്റർ ടർബോ ഇച്ചിരി മിഡ് റേഞ്ച് പെർഫോമൻസ് നന്നായിട്ട് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ബെറ്റർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്, നിങ്ങൾക്ക് കൂടുതൽ സിറ്റി ഡ്രൈവിംഗ് ആണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ 1.5 എന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോ എൻഡ് പെർഫോമൻസ് അത്യാവശ്യം നല്ലതായിരിക്കും. അതായത് കുറച്ചും കൂടെ ഇന്ത്യയിൽ നമുക്ക് സ്പീഡ് താഴത്തോട്ട് പോകാൻ പറ്റും, വണ്ടി അധികം സ്ട്രഗിൾ ചെയ്യില്ല. പിന്നെ പുള്ളി ചെയ്യാനാണെങ്കിലും മിഡ് റേഞ്ച് ടോപ്പ് എൻഡ് അങ്ങോട്ടൊക്കെ കയറാതെ തന്നെ ആവശ്യത്തിന് പവർ താഴെ തന്നെ കിട്ടുന്നുണ്ട്. മറ്റേത് പക്ഷേ വണ്ടിക്ക് അത്യാവശ്യം സൈസ് ഉണ്ട്. 1 ലിറ്റർ എഞ്ചിനാണ്, 100 BHP ഉള്ളൂ ഓൺ പേപ്പർ. സോ മിഡ് റേഞ്ച് 2000 RPM കഴിയേണ്ട അത് മിക്കവാറും അങ്ങോട്ടും പോകില്ല. ഈ വണ്ടി പക്ഷേ 2000 RPM താഴെ ആയിരിക്കും മിക്കവാറും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. റെഡ് ലൈനും അധികമൊന്നുമില്ല, 5000-5500 RPM ആണ് റെഡ് ലൈൻ ചെയ്യുന്നത്. ഇനി സേഫ്റ്റി ചിലപ്പം നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് സിയറിൽ കാണണമെന്നുണ്ടാവുമായിരിക്കും, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പീക്ക് സേഫ്റ്റി ഓർ മാക്സിമം സേഫ്റ്റി നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും രണ്ട് വണ്ടികളും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗോടെയാണ് വരുന്നത്. ഡസ്റ്റർ അവർ ഭാരത് എൻ ക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി വലിയ കുഴപ്പമില്ലായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറ്റ്മോസ്റ്റ് സേഫ്റ്റി വേണമെങ്കിൽ ഇത് പറയാം എന്ന് മാത്രം.
നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് പ്രൈസിങ്. അത് ഡസ്റ്ററിൻ്റെ മാർച്ച് ആവും വരാൻ. ആൻഡ് ഡെലിവറി കൊടുത്തു തുടങ്ങാൻ ടർബോ പെട്രോൾ മോഡൽ ഏപ്രിലും അതുപോലെ ഹൈബ്രിഡ് മോഡൽസ് ദിവാലിയൊക്കെ ആകുമ്പോഴാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടി എടുക്കണമെങ്കിൽ സിയറയോ സെൽട്ടോസോ ഓർ ക്രെറ്റ വിക്ടോറിയസ് എന്താണെങ്കിലും അതൊക്കെ തന്നെയാണ് ഓപ്ഷൻസ് വരുന്നത്. ആൻഡ് പ്രൈസ് നമുക്കറിയില്ല, അതുകൊണ്ട് എന്തോരം കോമ്പറ്റീറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. സിയറയേക്കാൾ കുറവായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിയറയുടെ ടോപ്പിന് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഈവൻ പുതിയ സെൽട്ടോസിനേക്കാൾ വരെ എക്സ്പെൻസീവ് ആണ്. 26 ലക്ഷം രൂപയുടെ അടുത്ത് കേരളത്തിൽ ഓൺ റോഡ് പോകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ് ആണെങ്കിൽ ഡസ്റ്ററിന് അതും കുറച്ചുകൂടെ ഫേവറിൽ പോകും. എനിവേ, എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ രണ്ട് വണ്ടികളെ പറ്റിയും പറയാനുള്ളതെന്ന് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രോഡക്റ്റ്സ് കൂടെ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ടും ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.